എങ്കില് നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടത്താൻ നയന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കഥയിൽ നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്ത് വ്യക്തമായും കൃത്യമായും അനി പറയുന്നുണ്ട്. മുത്തശ്ശ, സത്യം പറഞ്ഞാൽ അവന്തികയുമായിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാവുകയില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് അവൾ സഹോദരി മാത്രമാണ്, സഹോദരി തന്നെ ആയിരിക്കുകയുമുള്ളൂ. എൻ്റെ മനസ്സിൽ നന്ദുവാണ് എന്ന് പറയുകയാണ്. എനിക്ക് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനോ വേറൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിതം തുടങ്ങാനോ ഇനി സാധിക്കില്ല എന്ന് മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി അനി പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ ജാനകിയാണെങ്കിൽ അനിക്കരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞത്? അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെയാണോ പറയുന്നത്? കൂടാതെ തന്നെ നിനക്ക് ഇവളുടെ അനിയത്തിയെ മാത്രമേ കിട്ടിയുള്ളൂടാ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ, പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അനിയെ തല്ലാനായിട്ടൊരുങ്ങുന്നു, കുത്തിനു പിടിക്കുന്നു. ഇതേ സമയം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, വിട് അവനെ, അവൻ പറഞ്ഞതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല എന്ന് പറയുകയാണ്. അതായത് അവൻ്റെ മനസ്സിലുള്ളതാണ് പറഞ്ഞത്, അതിനോട് ഞാൻ 100% യോജിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ വിവാഹ നിശ്ചയം ഇവിടെ നിർത്താമെന്ന് പറയുന്നു. അത് കേട്ട ജാനകിയാണെങ്കിൽ അനിയോട് പറയുന്നുണ്ട്, ഇവളുടെ സഹോദരിയെ നീ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നീ അത് നിർത്തുന്നതായിരിക്കും നല്ലത്. നിന്നോട് ഒരു വാണിങ്ങിലൂടെ ഞാൻ പറയുകയാണ്. നീ അവളുടെ കൈ പിടിച്ച് വരുമ്പോൾ എന്തായാലും നിൻ്റെ അമ്മ ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നു. നിൻ്റെ അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടേ നീ ഈ വീട്ടിലേക്ക് ഇവളുടെ കൈ പിടിച്ച് കയറ്റൂ എന്ന് സാരം എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജാനകിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്നു. എന്താ ചെയ്യാ നിൻ്റെ തീരുമാനമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പണ്ടേ പറഞ്ഞതാണച്ചാ, അതായത് നന്ദുവും അനിയും ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ, അവൾക്ക് കേൾക്കാനായിട്ട് മനസ്സില്ല എന്ന് പറയുന്നു. അപ്പോഴേക്ക് എനിക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നെ എടുക്കാം, പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ മുത്തശ്ശൻ്റെ വാക്ക് എനിക്കൊരാശ്വാസം പകരുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് തന്നെ അനി വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശൻ അവന്തികയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, മോളെ അവന്തികെ, നിൻ്റെയും അനിയുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം ഇപ്പോൾ നടത്തേണ്ടതില്ല എന്ന് പറയുന്നു. അത് കേട്ട ജലജ തകർന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ട് നടത്താത്തച്ചാ, എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് പിന്നെ വേണു നന്ദുമോളെ സമീപിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിവാഹ നിശ്ചയം നടന്നാൽ അവിടെ കേസ് വരും, അറസ്റ്റ് ചെയ്യപ്പെടും അനി എന്ന് പറയുന്നു. അതൊക്കെ നന്ദു പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നതാച്ചാ. പണ്ടും അല്ലേലും അനിക്ക് ഈ വിവാഹത്തോടോ അവന്തിക മോളെയോ ഇഷ്ടമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ, പിന്നെ രണ്ടാമതൊരു കാര്യം, അനിക്ക് അവന്തികയെ ഭാര്യയായിട്ട് വേണ്ട എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഈ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ തമ്മിൽ പൊരുത്തത്തിലാവുകയാണെങ്കിൽ മാത്രമേ ഈ വിവാഹ നിശ്ചയം നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ജലജയുടെ മുഖമങ്ങ് മാറുന്നുണ്ട്. ജലജയാണെങ്കിൽ അവന്തികയും കൊണ്ട് ജാനകിയുടെ അടുത്ത് പോയിട്ട് കാര്യം തിരക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതായത് അനി അച്ഛനോട് പറഞ്ഞു അവനെ നന്ദുവിന് മതിയെന്ന്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ വിവാഹ നിശ്ചയം തീർച്ചയായും നിർത്തിവെച്ചത് എന്ന് പറയുകയാണ്. ഇതേ സമയം അവന്തിക കരയുകയാണ്. നവ്യൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, നിനക്കൊന്നും പറയാനില്ലേ എന്ന്. ആ സമയമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാഗത്താണ്, ഇവൾ അവളുടെ പക്ഷത്താണെങ്കിലും ഇപ്പോൾ കാണിച്ചത് എന്തായാലും ശരിയല്ല, നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണ് ഞാനെന്ന്
നമ്മുടെ നവ്യ അവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് കനകയും ഗോവിന്ദനും യാത്ര പറയാനായിട്ട് വരികയാണ്, അവന്തികയോട് വിഷമവും ബോധിപ്പിക്കാൻ. അപ്പോഴാണെങ്കിൽ ജലജയും ജാനകിയും പറയുന്നുണ്ട്, നിങ്ങളുടെ പുന്നാര മകൾ കാരണമാണ് ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ. മകളെ അടക്കി ഒതുക്കി വളർത്താത്തതിൻ്റെയും ഉപദേശിക്കാത്തതിൻ്റെയും പ്രശ്നമാണ്. അല്ലെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന രണ്ടാൾക്കാരല്ലേ, മാതാപിതാക്കളല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നു. പുളിങ്കൊമ്പ് കൂക്കി പിടിക്കാനും കാശൊന്നും ചെലവില്ലാതെ ഇവിടെ വന്ന് കയറാനുമായിട്ടുള്ള തന്ത്രമല്ലേ ഇത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നവ്യ ഒന്നും മിണ്ടുന്നില്ല. ഇതേ സമയം നവ്യയ്ക്ക് പകരം നയന പൊട്ടിത്തെറിക്കുകയാണ്. ദേ അപ്പച്ചി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഇതുവരെ അനിയെയും നന്ദുവിനെയും ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയെയും ആവശ്യമില്ലാതെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയും നന്ദുവിനെ പരമാവധി അനിയിൽ നിന്നും മാറ്റി ഒതുക്കി തന്നെയാണ് വളർത്തിയത്, നോക്കിയത്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അനിയെ പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നു. അവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പറയുന്നു. അത് കേട്ട ജലജയാണെങ്കിൽ പറയുന്നുണ്ട്, കണ്ടില്ലേ ഇവളുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നു. മനസ്സിലിരിപ്പൊന്നുമല്ല, ഇത് നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചതാണ്. ഞാൻ മര്യാദയ്ക്ക് അവരെ അകറ്റി അവരെ കാണരുതെന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെ പരസ്പരം മനസ്സിലാപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു. എൻ്റെ അച്ഛനും അമ്മയും ശ്രമിച്ചു. എന്നിട്ടും നിങ്ങൾ പറയുന്നത് എന്താണ്, ഞങ്ങളൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇനി ഞങ്ങളൊന്നും ശ്രമിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തിക്കൊടുക്കുമെന്ന് നയന പറയുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവന്തികയുടെ ഒരു മുഖം പോകുന്നൊരു കാഴ്ച കാണണം. ജാനകിക്കും ജലജയ്ക്കും മിണ്ടാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തുമെന്ന് നയന ശാഠ്യം പിടിച്ച് ശപഥം ചെയ്ത് പറയുകയാണ്. ഇതേ സമയം അച്ഛനമ്മയും യാത്ര അയക്കാനായിട്ട് ആര് പോകുന്നു? നമ്മുടെ നയന പോകുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നയനയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ, അവളെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രതികാരവും നിങ്ങൾ കാണേണ്ടി വരും, താങ്ങേണ്ടി വരും, അതോർത്താൻ നല്ലത് എന്ന് പറയുന്നു. ഇവിടെ ആദർശ് പറയുന്നുണ്ട്, അനന്തപുരിയുടെ താക്കോൽ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? നയനയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നോർത്താൻ നല്ലത്. അതായത് അപ്പച്ചിയുടെ മോൻ പുറത്തു പോകാതെ നോക്കിയാൽ അത്ര നല്ലത്. പിന്നെ അവൾ ഈ വിവാഹം നടത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്തിയിരിക്കും. അതിനിപ്പോൾ അമ്മായി വിചാരിച്ചാൽ പോലും നടക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അവളെ വാശി പിടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉചിതമെന്ന് പറയുന്നത് കാണാം. അപ്പോൾ തോറ്റുപരാജിതയായി അവന്തിക നിൽക്കുന്നു. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.